ഹായ് ട്രേഡേഴ്സ്. ഇന്ന് വ്യാഴാഴ്ച. ഇന്ന് നമുക്ക് ഗോൾഡിൻ്റെ ചാർട്ട് നോക്കാം. എന്തൊക്കെയാണ് ഇന്നത്തെ അവസ്ഥകൾ നോക്കാം. ഇന്നലെ XUSD പ്രൈസ്, ഗോൾഡിൻ്റെ പ്രൈസ് 3359 മുകളിലേക്ക് പോയി. വീണ്ടും അവിടുന്ന് ഒരു റിട്രേസ്മെൻ്റ് എടുത്ത് 3349 നിൽക്കുകയാണ്. ഇന്നും ചെറുതായിട്ട് ഒരു ബിയറിഷ് ട്രെൻഡാണ് ടെക്നിക്കൽ അനാലിസിസും, അതായത് RSI, മൂവിങ് ആവറേജൊക്കെ കാണിക്കുന്നത്. എനിവേ നമുക്ക് പ്രതീക്ഷിക്കാം ഒരു ബിയറിഷ് ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ട്രെൻഡായി മാറാൻ സാധ്യതയൊന്നുമില്ല. ചെറുതായിട്ട് ഒരു 10-20 പിപ്സ് അല്ലെങ്കിൽ ഒരു 40 പിപ്സ് വരെ പോവാം. ഇന്നത്തെ ഡോളറിൻ്റെ അവസ്ഥ നോക്കാം. ഇൻട്രസ്റ്റ് റേറ്റിൽ ചെറിയ മാറ്റം, 0.06% ലാഭത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. 96.84 വരെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇതും ഏറ്റവും ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ വളരെ ലോയിലാണ് ഇരിക്കുന്നത്. ഇനി ട്രെൻഡൊക്കെ മാറി വരണം, അവിടുത്തെ അവസ്ഥകളൊക്കെ മാറി വന്നാലേ ഇത്രയും 110 നിന്ന് പിന്നെ ഡോളറാണ് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി നമുക്ക് ഗോൾഡിൻ്റെ ഇമ്മീഡിയറ്റ് ലെവൽ നോക്കാം. സ്കാൽപ്പേഴ്സിന് വേണ്ടി. അപ്പോൾ സ്കാൽപ്പേഴ്സ് ഇത് ഒരു 4 മണിക്കൂർ, എത്രയും പോയാൽ ഞാൻ ഇന്നലെ പറഞ്ഞു 4 മണിക്കൂർ മാത്രമേ നോക്കാൻ പാടുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ട്രെൻഡ്, അതിൻ്റെ അവസ്ഥ, അതായത് കാൻഡിൽസ്റ്റിക്ക് മാറിക്കൊണ്ടിരിക്കും, അതിൻ്റെ പിന്നെ പ്രൈസും മാറും. അപ്പം ഇന്നത്തെ 1 അവർ ഫോർവേഡ് ചാർട്ടിലുള്ള, അതായത് സ്കാൽപ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള റെസിസ്റ്റൻസ് 3354 പോകും. അത് കഴിഞ്ഞ് 3356, അത് കഴിഞ്ഞ് തേർഡ് വൺ 3364. അതേപോലെ സപ്പോർട്ട് ഫസ്റ്റ് വൺ 3346, പിന്നെ അത് കഴിഞ്ഞ് 3342 ഇറങ്ങുന്നു. പിന്നെ അത് കഴിഞ്ഞ് 3339 വരെ ഈ ഒരു ഇമ്മീഡിയറ്റ്, അതായത് 1 to 4 അവറിൽ ഇറങ്ങാൻ സാധ്യതയുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഡേ ട്രേഡേഴ്സിൻ്റെ റെസിസ്റ്റൻസും സപ്പോർട്ടും നോക്കാം. അതിൽ കാണിക്കുന്നത് റെസിസ്റ്റൻസ്, ഫസ്റ്റ് റെസിസ്റ്റൻസ് 3364, അത് കഴിഞ്ഞ് 3372 സെക്കൻഡ് വൺ, തേർഡ് വൺ 3386 വരെ, 3386 വരെ മാക്സിമം പോകാൻ സാധ്യതയുണ്ടെന്നാണ് കാണുന്നത്. പിന്നെ ഇന്ന് കുറേ കൂടുതൽ ഇത് വരാനുണ്ട്, അതായത് ഡാറ്റാസ് വരാനുണ്ട് USD ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ആ സമയത്ത് നല്ലൊരു വോൾട്ടേജിലൊക്കെ പ്രതീക്ഷിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ ഡേ ട്രേഡേഴ്സിൻ്റെ സപ്പോർട്ട് 3339, അതിന് വീണ്ടും ഇറങ്ങിക്കഴിഞ്ഞാൽ സെക്കൻഡ് വൺ 3328, അത് വീണ്ടും ഇറങ്ങിക്കഴിഞ്ഞാൽ 3309 വരെ ഇറങ്ങാൻ സാധ്യതയുണ്ട് ഈ ഒരു ലെവൽ. ഇപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് 3386, 3372 ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് അവിടെ സെൽ പൊസിഷൻ എടുക്കാവുന്നതാണ്. അതായത് റെസിസ്റ്റൻസ് എത്തി തിരിച്ച് ഇറങ്ങുക എന്നുള്ളൊരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതൊരു 15 മിനിറ്റ്സിൻ്റെ ചാർട്ടിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും. അതുപോലെ ബൈ ആണെങ്കിൽ 3309, 3328 ആ ഒരു റേഞ്ചിലെത്തി 28 കയറാൻ ശ്രമിക്കുകയാണെങ്കിൽ, അതായത് ഈ ദ മാർക്കറ്റ് ഷോസ് പ്രോപ്പർ റീട്രേസ്മെൻറ്റ്, അങ്ങനെയാണെങ്കിൽ നമുക്കവിടെ ബൈയും കൊടുക്കാം. പിന്നെ ഇന്ന് നമുക്ക് പ്രധാനപ്പെട്ട US ഡോളറുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം, ഡാറ്റാസ് നോക്കാം. UAE സമയം 4:30 PM ആവറേജ് ഹവർലി ഏർണിംഗ് ഉണ്ട് പെർ മന്ത്ലി ബേസിസ് ആയിട്ട്. നോൺ ഫാമിംഗ് എംപ്ലോയ്മെൻറ്റ് ചേഞ്ച് ഉണ്ട്, അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഉണ്ട്, അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിം ഉണ്ട്. ഇത്രയും 4 ഡാറ്റാസ് വരാനുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് 6 മണിക്ക് ISM സർവീസ് PMI, ഇത്രയും വരാനുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മൾ ഡാറ്റാസിൻ്റെ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. ഇതൊരു ബൈ ആൻഡ് സെല്ല്, അതായത് നമ്മൾ പിന്നെ ട്രേഡ് എടുക്കാനുള്ള ഒരു ഇതല്ല, പഠിക്കാൻ വേണ്ടിയിട്ട് ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ
നിങ്ങൾ പഠിക്കുകയും നിങ്ങളെ റിസ്ക് മാനേജ്മെൻറ്റ് ഒക്കെ നോക്കിയിട്ട്, അതായത് നിങ്ങളെ ഇക്വിറ്റിയും ഒക്കെ നോക്കി നിങ്ങൾക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇന്നലെ യൂട്യൂബിലിട്ട വീഡിയോയിൽ പലരും കമൻറ്റ്സ് ചെയ്ത് കണ്ടു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് മെസ്സേജ് അയച്ചു. പിന്നെ വീഡിയോ ഡിസ്റ്റർബൻസ് ഉണ്ട്, ഇടയ്ക്ക് വെച്ച് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്, കാരണം ഇത് വളരെ ബുദ്ധിമുട്ടിയാണ് എടുക്കുന്നത്. ഇത് പലരും ഒരുപാട് നാളായി വീഡിയോ ചെയ്യണം ഞങ്ങൾക്ക്. ഇത് മാത്രമല്ല, കോഡ്, അതുപോലെ തന്നെ EURUSD, GBP, USD ഇതൊക്കെ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഞാൻ എത്രത്തോളം നോക്കിയിട്ട് ഞാൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.